ബ്രിട്ടീഷുകാർ വികസിപ്പിച്ച ഒരു കായിക വിനോദമാണ് ക്രിക്കറ്റ്. ബ്രിട്ടീഷുകാർ അവരുടെ കോളനികളായ വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ, ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഈ കായിക വിനോദം എത്തിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിലും ഈ ലഹരി ഇടം നേടിയത്. ലഹരി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ക്രിക്കറ്റ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ഇഷ്ട കായിക വിനോദമാണല്ലോ. ഒരു കാലത്ത് ജോലിയും തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ടി വിക്ക് മുന്നിൽ ക്രിക്കറ്റിൻ്റെ ആവേശം വേണ്ടുവോളം നാം ആസ്വദിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ബ്രിട്ടീഷ് കോളനികളിലെ ജനങ്ങളെ അക്കാലത്ത് ക്രിക്കറ്റ് ഒന്നിപ്പിച്ചു. ബ്രിട്ടീഷുകാരെ സ്വന്തം കളിയിൽ പരാജയപ്പെടുത്തി അവരുമായി നേർക്കുനേർ നിൽക്കാനുള്ള ഒരു മാർഗമായി അവർ ക്രിക്കറ്റിനെ കണ്ടു. അങ്ങനെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം സായിപ്പിനെ തോൽപ്പിക്കാനായി ഇന്ത്യക്കാരും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരുന്നു. ഇതിൽ പലയിടത്തും നമ്മുടെ പഴയ കണ്ടം ക്രിക്കറ്റ് തന്നെ ആയിരുന്നിരിക്കണം നടന്നിരിക്കുക എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റിനെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെ ശ്രമത്തിൻ്റെ ഭാഗമായി 1909 ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നീ ടെസ്റ്റ് പദവിയുള്ള 3 രാജ്യങ്ങൾ ചേർന്ന് ഇമ്പീരിയൽ ക്രിക്കറ്റ് കോൺഫറൻസ് സ്ഥാപിച്ചു. ഇതാണ് ഇന്നത്തെ ICCയുടെ ആദ്യ രൂപം. 1926 വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലാൻഡ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളെ പൂർണ്ണ അംഗങ്ങളായി തെരഞ്ഞെടുത്തു. ഇതോടെ ടെസ്റ്റ് പദവിയുള്ള രാജ്യങ്ങളുടെ എണ്ണം 6 ആയി. അങ്ങനെ 1932 ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചു. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ വെച്ചായിരുന്നു ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് മത്സരം നടന്നത്.